ഇന്നത്തെ സെക്ഷൻ നെഗറ്റീവ് കമൻസിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. എടി നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ, നിനക്കെന്നാ അടി അട്ടപ്പാടി ആടി ഞാൻ, നിനക്കെന്നാ ഇത്? നീ കുറേ നേരമായില്ല അട്ടപ്പാടി അട്ടപ്പാടി ആടി. ഞാൻ അത് തന്നെയാണ്. നിനക്ക് വല്ല കുടുംബശ്രീയിലുണ്ടോന്ന്? ഇല്ല. നീ എന്നെ കുടുംബശ്രീ ചേർക്കാൻ പോവാണ്. എന്നെ കുടുംബശ്രീ തോറ്റപ്പോൾ എൻ്റെ ഒരു സിനിമ പല ക്യാരക്ടറിൻ്റെ പേരത്. ഈ സെക്ഷൻ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാനാണ്. പോസിറ്റീവ് എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാവരുടെയും കമൻസ് കാണുന്നുണ്ട്. വായിക്കാൻ ഇങ്ങനെ പറ്റണില്ല, ഇങ്ങനെ ഓടി ഓടി പോവാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നിമിഷയില്ലേ, നിമിഷ മറ്റവനെ നീ എന്നെ മാ കൂട്ടി വിളിച്ചാൽ നിന്റെ തലയടിച്ചാൽ പൊട്ടിക്കോട്ടോ. നേരെ വന്ന് വിളിക്കടാ മറ്റവനെ. നീ ആരാടാ മറ്റവനെ മാ കൂട്ടി വിളിക്കുന്നേ? നിന്റെ കണ്ണു മുന്നിൽ വന്നാണല്ലോ, നിന്നെ തലയടിച്ചാൽ പൊട്ടിക്കും കേട്ടോടാ. നിന്റെ വീട്ടിൽ നീ പറഞ്ഞല്ല, നിന്റെ വീട്ടിൽ കേട്ടോ മുന്നിൽ വന്നാണല്ലോ കുറ്റി അടിച്ചാൽ പൊട്ടിക്കും നിന്റെ കുറ്റി ചേറ്റ. അവൻ എന്നെ മാ കൂട്ടി വിളിക്കും. നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചോളാം, ഏതവനാണല്ലോ കുറ്റി അടിച്ചെന്റെ മോത അടിച്ചാൽ പൊട്ടിക്കും കേട്ടോടാ. അവൻ എന്നെ തെറി വിളിക്കാൻ പറ്റുന്നത്. നീ കെട്ടണ്ടടാ, നീ എന്നെ കെട്ടണ്ടടാ. ഇട്ടേച്ച് പോടാ, നീ പോടാ ആദ്യം ലൈവിൽ നിന്ന്. എൻ്റെ ലൈവ് ഞാൻ പറയും വരും. നീ നിന്റെ കാര്യം നോക്കണം. നീ ചുമ്മാ പറയുന്നത്. നീ ആരെ പ്രേതം നിന്റെ വീട്ടിൽ ആറ്റവനെ. എടാ മാകൂട്ടി വിളിച്ചവനെ നിന്നെ പറ്റി ഉണ്ടോടാ പറയാൻ? നീ ആരാടാ മാകൂട്ടി വിളിക്കുന്നത്? നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ മറ്റവനെ. അവനൊക്കെ ഫേക്ക് അടി. നീ ആണാണെങ്കിൽ ഒറിജിനൽ ഐഡി വന്ന് എന്നെ തെറി വിളിക്കടാ. നീ ആണാണെങ്കിൽ ഒറിജിനൽ ഐഡി വന്ന് തെറി വിളിക്കടാ. അല്ല നീയൊക്കെ നാണം ഉണ്ടോടാ ആണച്ചന്മാരെ. നീ ആണച്ചനാണെങ്കിൽ നീ ഉള്ള പ്രൊഫൈൽ വന്ന് നീ തെറി വിളിക്കണം മറ്റവന്. നീ നിർത്തിപ്പോടാ. അത് തന്നെ നീ പോടാ ചെറ്റേ. നീ എന്നെ വിളിക്കുന്നു അട്ടപ്പാടി. നീ കൊറേ നേരം നിന്റെ ചെവിക്കല് അടിച്ച് പറിക്കും കേട്ടോടി. ഇനി എന്നെ വന്ന് പറഞ്ഞ അട്ടപ്പാടി ആടി ആടി നിനക്ക് തന്നെ അതിന് സോക്കേട്. റസീദ ഹായ് ഹായ് ഹായ്. നീ അട്ടപ്പാടി അട്ടപ്പാടി എന്ന് പറയാൻ യോഗ്യത നിനക്ക് തന്നെ അടി. ആണടി ഞാൻ അട്ടപ്പാടി തന്നെയാണ്. നീ അങ്ങനെ പറഞ്ഞൊന്നും ഇല്ലടി മറ്റോളെ. അതെ വേടന്റെ പാട്ടിന്റെ വരി എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ആവർത്തിച്ചാലുണ്ടല്ലോ അയക്കായ വന്നവരൊക്കെ ഓടിപ്പോയെന്ന് തോന്നുന്നു. ഫോട്ടോ വിട്ട് പോടാ മാ കൂട്ടി വിളിക്കുന്നവനെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ മറ്റവനെ. എനിക്ക് അറിയത്തില്ലെന്നാണ് നിന്റെ വിചാരം ഇതൊക്കെ വിളിക്കാൻ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ ഞാനും തമ്മിൽ സംസ്കാരം എന്താടാ അത് നിന്റെ കൂളാവുന്നില്ല. അന്തസ്സായിട്ട് ജോലി ചെയ്ത് തന്നെയാ ജീവിക്കുന്നത്. ഒരുത്തനെ നിന്റെ നക്കാൻ വന്നോ ഞാൻ? നിന്റെ വീട്ടിൽ നിന്ന് വന്നോടാ ഞാൻ നക്കാൻ? നീ എന്നെ പറയുന്നു മറ്റവനെ. നീ ആദ്യം പെമ്പർനാഥിക്ക് ചെലവിന് കൊടുത്തിട്ട് എന്റെ ലൈവിൽ കയറടാ. നീ ആദ്യം നിന്റെ പെമ്പർനാഥിക്ക് ചെലവിന് കൊടുക്കടാ, എന്നിട്ട് എന്റെ ലൈവിൽ കയറി തെറി വിളിക്കണം മറ്റവനെ. നീ എന്നെ കെട്ടാൻ വരണ്ടടാ. ജെസ്സി ഹായ് ഹായ് ഹായ്. ദേയുടെ ചെരുപ്പിന്റെ അടി കാണണം, കൊതിയാവുന്നു മേഡം. ഇടക്കിടക്ക് കമന്റ് വരും. എന്റെ ചെരുപ്പിന്റെ അടി എന്ത് ചെയ്യും? എന്റെ ദൈവമേ, ചെരുപ്പ് എന്ത് ചെയ്താലും നോക്കട്ടെ നിനക്ക്. ഞാനിപ്പോ ചെരുപ്പ് ഇല്ല. അയ്യോ ചെരുപ്പ് എന്ത് ചെയ്യുന്ന ആദ്യം നോക്കട്ടെ. കുറേ ചെരുപ്പ് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, അത് തെറ്റല്ലേടാ. നിനക്ക് മാത്രം ഞാൻ ചെരുപ്പിന്റെ അടി കാണിച്ചു തരാം കേട്ടോ. അയ്യോ അതവിടെ ചെരുപ്പിന്റെ അടി ഇങ്ങനെ ലൈവിൽ കാണിക്കാൻ പറ്റില്ല. റിപ്ലൈ തന്നു. കൊച്ചവിടെ ഇവിടെ ഉണ്ട്. എടാ പോണം. എടാ നാണം ഉണ്ടോടാ ഫേക്ക് അടി വന്ന് എന്നെ മാ കൂട്ടി വിളിക്കാം. കണ്ടവന്റെ കൂടെ നടക്കുന്നത് നീ നിന്റെ പെണ്ണുപിളയാണോ നടക്കുന്നത്? ഞാനല്ലടാ നടക്കുന്നത്. നിന്റെ അമ്മച്ചി നിന്റെ പെണ്ണുപിളയെ നടക്കുന്നത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല കേട്ടോ മറ്റവനെ. നീ എന്നെ പറയുന്നു കൊണ്ടവന്റെ കൂടെ നടക്കുന്ന എന്നെയാണോടാ നീ പറഞ്ഞത്? അണ്ടസായിട്ടാണോ ഞാൻ ജോലി ചെയ്യുന്നത്? നിന്റെ നടക്കാൻ വന്നോ ഞാൻ? നിന്റെ വീട്ടിൽ ഞാൻ വന്നോ? നിന്റെ കൂടെ ഞാൻ വന്നോ? ഓൻ എന്നെ പറയുന്നത് ഫേക്ക് ഐഡി. നീ ഒറിജിനൽ അക്കൗണ്ടിൽ വേടാ. നിനക്ക് നാണമുണ്ടെങ്കിൽ നീ പറയുന്ന ലൈവിൽ വരുന്ന എന്നെ തെറി പറയുന്ന ഏതേലും ഒരുത്തൻ ഫേക്ക് ആണച്ചനാണെങ്കിൽ അല്ലെ പെണ്ണാണെങ്കിൽ നീ ഒറിജിനൽ ഐഡി വന്ന് പറയടാ. ദേവി ദേവിയുടെ അച്ഛനായി എന്നും ഉണ്ടാകും. ദേവി അമ്മയില്ലേ ഒറിജിനൽ ഐഡി വന്ന് പറയടാ. നീയൊക്കെ എന്നെ ചീത്ത പറയടാ ഒറിജിനൽ ഐഡി വന്ന് പറ. സൗരവേ ഹായ്.
ബിനീഷ് തീർച്ചയായിട്ടും. എടാ ഞാൻ ഒളിച്ചു പാത്തമാണോടാ നടക്കുന്നത്? അന്തസ്സായിട്ട് അഭിനയിച്ച് നിന്നെയൊക്കെ മോന്തെ കാണിച്ചോണ്ട് തന്നെയല്ലടാ ഞാൻ അഭിനയിക്കുന്നത്. എടാ ഫേക്ക് ഐ ഡി ആണോടാ ഞാൻ വരുന്നത്? കോളനി വേണോന്ന് ഒരുത്തൻ എടാ കൊറേ നേരമായി കേട്ടോ. നീ ഫേക്ക് ഐ ഡി ഒന്നും ഉണ്ടാക്കാതെ മര്യാദക്ക് നേരെ ഉണ്ടാക്കാം. സർക്കാരെ പദം നിർത്തലാക്കിയതാണ് കോളനി നീ എന്നെ വിളിച്ച. ഇവിടെ മറ്റവളെ ഇനി നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നേരം ശാന്തനാകാൻ സൗകര്യമില്ല. ശാന്തിയാകാൻ കോളനി കൊണ്ട് കൊറേ നേരമായി. നാണം കെട്ടവളെ എന്നെ എതിർ വിളിക്കാൻ പറ്റില്ല. കോളനി ജീവിച്ചാലും നീ നിന്നെ പോലെ വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാലും കുഴിയിലോട്ട് എടുക്കുമ്പോണ്ടല്ലോ ഒരുപോലെ ഏതും അതിനെല്ലാം മറുപടി കൊടുക്കുന്നോ? മറുപടി കൊടുത്തിട്ട് ഇവന്റെയൊക്കെ വിചാരമല്ല ഞാൻ പേടിച്ചിരിക്കുവാന്നോ? ഇതിനൊക്കെ മറുപടി കൊടുക്കണ്ടേ? നിങ്ങളെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കത്തില്ലേ? ഫുഡൊന്നും കഴിച്ചില്ല, ഇവനൊക്കെ ഉള്ള മറുപടി കൊടുത്തിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ചു. ഓക്കേടാ, സമയം കളയുന്നതല്ല. ഇവനൊക്കെ ഉള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവനൊക്കെ വിചാരം നമ്മൾ തന്നെ. രമ്യ ബാക്കിലിരുന്ന് മാസ് പറഞ്ഞ ചേച്ചിയെ കാണിക്കാവോ? അതെന്നെ സ്വന്തം ചേച്ചിയാണ്. അവളുടെ സ്വഭാവം അറിയത്തില്ല. എത്ര പിടിച്ചകത്തിട്ടാന്നറിയാം. തൊണ്ട പോയി. അയ്യോ എനിക്ക് വിശക്കത്ത് ലൈവ് വന്ന്. അത് നിന്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം. ഞാൻ ഒറ്റ തങ്കച്ചൻ ബീജിക്ക് ജനിച്ചവളാണ് ഞാൻ. പല തന്തയ്ക്ക് ജനിക്കുന്നത് പോസിബിൾ അല്ല മോനെ. അയ്യോടാ നീ എന്നെ കൊല്ലാൻ പാടി. നീ ഓടി വാ, നീ എന്നെ കൊല്ലാൻ. ഞങ്ങളുടെ സുതിച്ചേട്ടൻ പോടി അവിടുന്ന്. നീ എന്നെ ഓടി വാ, ഇപ്പം ചത്തു തരാം ഞാൻ. എൻ്റെ ഭർത്താ, ഞാൻ നിനക്ക് ചിപ്പിൻ്റെ അടിയുടെ ഫോട്ടോ അയച്ച് തന്നാൽ പോരെ? ചെയ്യാട്ടോ. ഞാൻ ഈ ലൈവിൽ 2 എണ്ണം വർത്താനം പറയട്ടെ തരാം കേട്ടോ. റീൽസ് നോക്കുമ്പോൾ എൻ്റെയാന്ന് പറഞ്ഞിട്ട് ഞാനല്ലോ ചെയ്യണത്. യൂട്യൂബ് ചാനൽ തുടങ്ങണം. അതിനകത്ത് ലൈവ് ആണ്. സുചേട്ടനെ പറ്റി ഇത്രയേ ഉള്ളൂ. സുചേട്ടൻ എൻ്റെ എല്ലാമായിരുന്നു, ജീവനായിരുന്നു, എല്ലാമായിരുന്നു. സുചേട്ടൻ ഇല്ലാത്ത ലൈഫ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തന്നെയാണ് എനിക്ക്. സോ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് സുചേട്ടൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുചേട്ടൻ്റെ അപ്പിയറൻസ്, സുചേട്ടൻ്റെ സംസാരം, സുചേട്ടൻ എന്ന ഒരു നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രൂപം, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. സുചേട്ടൻ എൻ്റെ എല്ലാമാണ്. ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ആളാണ്. സുചേട്ടൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നെങ്കിലും ആ മണ്ണിലല്ല യഥാർത്ഥമായിട്ട് ഉണ്ടാവും. ഒരിക്കലും കളിയാക്കത്തില്ല. അത് നല്ലതാണ്. വണ്ണം ഉള്ളതും വണ്ണമില്ലാത്ത എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ശരീരമാണ്. ഓക്കെ, എന്നാ നാണം കെട്ടാൻ എൻ്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം മറ്റവനെ. നീ പൊടി ആര്യ, ഞാൻ റെഡി എന്നെ പൊടി നിൽക്കാം. ആര്യ പൊടി നീ ഇവിടെ കൂതറ തെണ്ടി. താങ്ക് യു. ഈ ഓടി മറ്റവളെ ഓടി ആ കുട്ടി വിളിക്കുന്നവളെ ഓടി ഇങ്ങോട്ട് വന്നേ. ആണടി ഗൈഡാണ് നിനക്ക് അവളുടെ വായിന്ന് കെട്ടിത്തരാം. നിന്റെ ചേച്ചിയാണോ നിനക്ക് ഗൈഡെന്ന്? മറ്റേ കോളനി നീ ഇങ്ങോട്ട് വന്ന് 2 വർത്തമാനം പറഞ്ഞു. നിന്റെ ചേച്ചിയാണോ നിനക്ക് ഗൈഡെന്ന്? അവക്കട്ടോ ഇത് അന്നാസുതി വാ പറ. നീ ഇങ്ങോട്ട് ഇവിടെ ഇരുന്ന് പറ. നീ ഇവിടെ ഇരിക്കും. എന്നത് എന്നാണ് നീ ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ല, നീ പാത്തിരിക്കുവാ. എനിക്ക് പാത്തിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇതിനകത്തൊന്നും വലിയ പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് സർക്കാർ കഴിഞ്ഞ വർഷം കോളനിന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അത് കേസാണ്. അത് നിനക്കറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം ഐഡിയെന്ന് വന്ന് ഒരു പ്രാവശ്യമുള്ള കമന്റ് ഇട്. നീ ലക്ഷദ്വീപ് ഹായ് ലവ് യു. ഒരു ദിവസം എന്നെ അങ്ങോട്ട് വിളിക്കട്ടോ ലക്ഷദ്വീപിലേക്ക്. ഞാൻ വരും. ലക്ഷദ്വീപ് എന്ത് ഫംഗ്ഷൻ വന്നാലും എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ വരും. നിക്ക് സുചേട്ടനെ പറ്റി പറയാൻ നിനക്കാണോ അർഹത? നിന്റെ പെണ്ണുപിള്ളക്ക് നിന്നെ പറ്റി പറയാൻ അർഹത ഇല്ലെന്ന് ഞാൻ പറയും. വിട്ടു പോടാ മറ്റവനെ. എടാ നീ ആരാടാ വിളിച്ച മറ്റവനെ? എന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം മറ്റവനെ. ഇത് ലൈവ് പോവാ നല്ല പറയുന്നുണ്ട്.
നീ എന്നെ എന്ത് പടി? നീ നിന്റെ കാര്യം നോക്കണേ. എന്നെ എന്ത് പടി? നീ ഇവിടെ പേരെടുക്കുന്നത് ഫേക്ക് ഐ ഡി ആണല്ലോ പോലീസുകാര് സൈബർ സെല്ലുകാർ നിങ്ങളൊന്ന് ഒറ്റ വെക്കാതെ ഞാൻ ലൈവിൽ പോട്ടെ. ഞാൻ പറഞ്ഞു അവളോട് പറഞ്ഞേക്കും സൈബർ സെല്ലിൽ നിന്ന് നിന്നെ എടുപ്പിച്ചോളാം. അന്നേരം നമുക്ക് നേരിട്ട് കാണാം. ഞാനാണേലും പെണ്ണ വായിക്കത്തില്ലായിരിക്കും. പിന്നെ ആ ലോകത്ത് കേട്ടല്ല. പിന്നെ അവളോട് പറഞ്ഞേക്കാം അന്നയോട് നീ എന്ത് വേണേലും പറഞ്ഞു. നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കുമ്പോ നീ ആണാണേലും പെണ്ണാണ്. കോളനി വാണങ്ങൾ തോറ്റു പോകും. നിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിനക്കട്ടെ കുറെ നേരം നീ നിനക്കിട്ട് നീ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിനക്കിട്ട് പണി തന്നിട്ടേ ഉള്ളൂ. നാണത്തോടെ ഇതെന്നതാ ഇത്? കട്ട് ചെയ്യാനത് വിട്ടുപൊക്കോ. ഞാൻ പറയാനുള്ള ഞാൻ പറയും. എന്നാ കട്ട് ചെയ്യേ? ഇതെന്നതാ ലൈവ് വന്നിട്ട് ഇതെന്നതാ ഇത്? ഈ കോളനി എന്നുള്ള പേര് നീ പിന്നെയും പിന്നെ ഉപയോഗിക്കുന്നതിനൊക്കെ നാണമുണ്ടോ? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തെറി വിളി. ഇനിയിപ്പം ലൈവ് വന്ന് തെറി വിളിക്കാൻ തിരിച്ച് നല്ല പറയാന്ന് വെച്ച്. എൻ്റെ ലൈവ് എൻ്റെ ഇഷ്ടം. ചൂടാവരുതെന്നോ ഈ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ. ഞാൻ ആരാ? മറ്റേ മദർ തെരേസ ഒന്നും അല്ലല്ലോ ഞാൻ. മദർ തെരേസയാണോ ഞാൻ? അല്ലല്ലോ. അപ്പം അങ്ങ് കാര്യം നോക്കും. മോമോൻ്റെ കാര്യം നോക്കും കേട്ടോ. ചൂടാവരുതെന്നോ. ഞാനൊരു മനുഷ്യനാണ്. കേൾക്കുന്നതിന് പരിധിയുണ്ട്. ഓക്കെ. ഇവിടെ നീ കുറേ നേരമല്ല ചൂലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ നിന്റെ പ്രൊഫൈൽ ഇട്ടോണ്ട് വേണം. നീ ആരാടാ? നീ അല്ലേ എനിക്ക് കുറെ മെസ്സേജ് അയച്ച DM വന്ന് DM വന്ന്. നിന്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ചൂലേന്ന് വിളിക്കുന്ന നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. നീ ചൂലേന്ന് തന്നെ. നീ എന്നെ ചൂലേന്ന് വിളിക്കുന്നോ? നിന്റെ പ്രൊഫൈൽ നീ ഒരു പോലീസുകാരന്റെ പ്രൊഫൈലല്ലേ ഇട്ടേക്കുന്നത്? നിനക്ക് നാണം ഉണ്ടോടാ ആ പ്രൊഫൈൽ ഇട്ടിട്ട് വല്ല പെണ്ണുങ്ങളെ വന്ന് തെറി വിളിക്കാൻ? നീ എനിക്ക് കുറെ മെസ്സേജ് അയച്ചല്ലോ നമ്പർ തരാനൊക്കെ പറഞ്ഞു. നിനക്ക് ഞാൻ നമ്പർ തരാത്തതിന്റെ ഇതാണോ നീ ഇവിടെ വന്ന് കാണിക്കുന്നത്? ചൂല ആരവില്ല. നീ നിന്റെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ മതി. നീ പൊടിന്ന് വിളിക്കാൻ നിനക്ക് ഒരു അധികാരം ഞാൻ തന്നില്ല. അതുവരെ നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനെ. കൃഷ്ണനാണോ കിഞ്ഞരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ്. തത്ത ഉണ്ട് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. ആൽബം പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ പൊടി. പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോളൂ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ. എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? മുതുക്കൻ എന്നെ കയറി സോറിന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നു. ഏതാ മുതുക്കൻ? നീ എന്നെ കയറി മുതുക്ക തെറി മുന്നേ വിളിച്ചു. പോടാ എന്റെ ലൈവിൽ വരാതെ. പോടാ പോടാ പോടാ. തീർന്നോ? വരുന്നില്ലല്ലോ. ഇല്ല കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേബി ഒരു 5-8 വർഷം പിടിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. ഇപ്പൊ ഇല്ലടാ. ചിലപ്പം കല്യാണം കഴിക്കാൻ, ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്.